ധനവാനും ലാസറും. ഒരിടത്തൊരു ധനവാൻ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഉപമയിൽ പറഞ്ഞതിന്റെ പേര് പറയുന്നത്. എന്നാൽ ഈ ഉപമയിൽ ലാസറിന്റെ പേര് പറയുന്നുണ്ട്, ലാസർ. ലാസർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ശരണമായുള്ളവൻ, ദൈവം ആശ്രയമായിട്ടുള്ളവൻ, അവനാണ് ലാസർ. ധനവാന്റെ ജീവിതചര്യയെപ്പറ്റി ചുരുങ്ങിയ വാക്കുകളിൽ ലൂക്കാസ് സുവിശേഷകന് മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. ജീവിതശൈലി, പട്ടുവസ്ത്രങ്ങൾ, വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ കാണികളെ പട്ടുവസ്ത്രങ്ങൾ ധരിക്കുന്നു. പുരുഷന്മാര് ആഭരണങ്ങളിലൊന്നും മാലയൊക്കെ ഇടുന്ന ആളുകളെന്ന് ചുരുക്കായിട്ട് കാണാം. അങ്ങനെ തിന്നു കുടിച്ചുമൊക്കെ അയാൾ അങ്ങനെ ജീവിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്, സമ്പന്നനും ദരിദ്രനും ഒക്കെ. ഈ ലാസറിനെ പറ്റി പറയുന്നുണ്ട്, ഒരു പട്ടിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ പട്ടികളെ പറ്റി സംസാരിക്കുന്ന കാല സുപ്രീം കോടതി അതൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അലഞ്ഞു നടക്കുന്ന ഒത്തിരി പട്ടിക്കൂട്ടങ്ങളുണ്ട്. ഈ പട്ടികള് ആയിരക്കണക്കിന് ആളുകളെ ഒരു കൊല്ലം ഇന്ത്യ മഹാരാജ്യത്ത് കടിക്കാറുണ്ട്. ഈ പേയുള്ള നായും പേയില്ലാത്ത നായുണ്ട്. പേയുള്ളതാണ് കടിക്കുന്നതെങ്കിൽ നല്ല മരുന്ന് പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ നടത്തിയില്ലെങ്കിൽ പേയെന്ന് കടിക്കാൻ സാധ്യതയാണ് പ്രശ്നം. ഇവിടെ ലാസറിനെ പട്ടി നക്കിയിരുന്നു, നല്ല പട്ടിയായിരുന്നു. ഓടിച്ചിട്ട് കടിക്കുന്ന പട്ടികളുണ്ട്. കുട്ടികളെ പ്രത്യേകിച്ച് കണ്ടു. കുട്ടികൾ മാത്രമല്ല, സുബോധം നഷ്ടപ്പെട്ട പേനായാണെങ്കിൽ കാണുന്നവരെല്ലാം കടിക്കുന്നു. 10-50 പേരെയൊക്കെ കണ്ണൂർ സിറ്റിയിൽ കടിച്ച സംഭവം. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വാഹനങ്ങളിൽ യാത്ര ചെയ്യുകയും തെരുവീഥികളിൽ നടക്കുകയും ചെയ്യാത്തതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാറിൽ യാത്ര ചെയ്യുന്നു, ബംഗ്ലാവിലേക്ക് ചെല്ലുന്നു, അവിടെ താമസിക്കുന്നവർക്ക് ഒരു പട്ടിയെ പേടിക്കണ്ട. എന്നാലും വീടുകളിലേക്കൊക്കെ, ഗ്രാമങ്ങളിലും വീടുകളിലും ടൗണുകളിലും ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ചെന്ന് വഴിയെ നടന്ന പട്ടിക്കൂട്ടങ്ങൾ കാണും. നല്ല കാലം അല്ലെങ്കിൽ കണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് പ്രശ്നം. അതുകൊണ്ട് സുപ്രീം കോടതി ആദ്യം ഇതിനൊക്കെ കൂട്ടി താമസിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇപ്പം വീണ്ടും മാറിയിരിക്കുകയാണ്. ഇനി വന്ധീകരിച്ച് വിട്ടാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താകുമെന്ന് അറിയത്തില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെ മറന്നുകൊണ്ട് 10,000 കോടിയുടെ ഒരു വ്യവസായമാണെന്ന് പറയുന്നതിൻ്റെ വാക്സിൻ എന്നാണ് പത്രങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ കാണുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതിന് ചെലവാകണമെങ്കിലും പട്ടികൾ വേണം വഴികളിൽ. അത് മാത്രമല്ല, പട്ടികൾ കടിക്കണം. ചുരുക്കം ചിലക്കെങ്കിലും പേപ്പട്ടിയുടെ ഇടയ്ക്ക് വേണം. അതിൻ്റെ മരുന്ന് നിശ്ചിത അത് ശീതീകരിച്ചൊക്കെ വെക്കണമെന്നുണ്ട്. അതൊക്കെ വേണ്ട ക്രമത്തിൽ വെച്ചില്ലെങ്കിൽ അത് ഏക്കാതെ മരിച്ചുപോയ, പ്രതിരോധ കുറ്റപ്പെടുത്തിട്ട് മരിച്ചുപോയ പല കുട്ടികളും നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ പട്ടി ഈ ലാസറിനെ നക്കിയിരുന്നു. ലാസറിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ നക്കിയിരുന്നതാണ്. എന്നാൽ കടിച്ചു കയറുകയൊന്നും ചെയ്തില്ല. പിന്നെ മാലാഖമാര് സംരക്ഷിച്ച വ്യക്തിയാണ്, പരിചരിച്ച ആളാണ് ലാസർ. അപ്പൊ 2 സംരക്ഷണം. മാലാഖമാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഒന്ന്, നായ്ക്കൾ നക്കിയിരുന്നത് സ്നേഹം പ്രകടിപ്പിക്കാനായിരുന്നു, നമുക്കറിഞ്ഞുകൂടാ. ലോകത്തിലെ സാമ്പത്തിക ക്രമമനുസരിച്ച് സമ്പത്ത് വലിയ കോടീശ്വരന്മാരുടെ കയ്യിലാണ് നല്ലൊരു ശതമാനം സമ്പത്തുള്ളത്. അവരിൽ പലരും അവരുടെ സമ്പത്തിന്റെ ആദായത്തിന് നല്ലൊരു ശതമാനം പല രാജ്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുടക്കുന്നവരാണ് ഒത്തിരി ആളുകൾ. അപ്പോൾ ഈ സമ്പത്ത്, അധാർമിക സമ്പത്ത്, ധാർമ്മികമോ അധാർമികമോ ആയിരിക്കാം സമ്പത്ത്. ആ സമ്പത്ത് കൊണ്ട് മറ്റവർക്കും നന്മ ചെയ്ത് കഴിയുമ്പോൾ
ശാന്തിയും സമാധാനവും ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. അത് വ്യയം ചെയ്യുമ്പോഴാണ്. സമ്പാദിച്ചു വെച്ചത് കൊണ്ട് മാത്രമായില്ല, അത് കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് ഫ്രാൻസിസ് അസിസി പറയുന്നത്. പേരില്ലാത്തതാണ്. ഇവിടെ പേരൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പം എല്ലാവർക്കും പേരുണ്ട്. ഇവിടെ ധനവാന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. വാർണിങ്ങോ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചുവന്ന പട്ട്, മൃദുല വസ്ത്രങ്ങള്, ഈജിപ്ഷ്യൻ ലിനനൊക്കെ ആയിരിക്കും. വിശുദ്ധ അഗസ്റ്റിൻ ധനവാനെ പറ്റി പറയുന്നത് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തില് ഇദ്ദേഹത്തിന്റെ പേരില്ല. ധനവാന്റെ പേര് ഇവിടെ പേര് പറയാത്ത മനുഷ്യന് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ ഇല്ല എന്ന് അഗസ്റ്റിൻ പറയുന്നുണ്ട്. ഇനി ധനവാന് ചെറിയ നന്മയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇവരെ ഓടിച്ചു വിട്ടേനെ. ഒരു പാവം വന്ന് ഇങ്ങനെ കിടക്കുന്നത് ഓടിച്ചു വിട്ടേനെ. അത് ഓടിച്ചു വിട്ടില്ല. ധനവാന്മാര് കൈ കഴുകുന്നതിന് മുമ്പ് റൊട്ടി കൊണ്ട് തുടക്കാറുണ്ട്. അങ്ങനെ കിട്ടുന്ന റൊട്ടി കഷ്ണങ്ങൾ കഴിച്ചുകൊണ്ടാണ് ലാസർ ജീവിച്ചത്. അതാണ് ധനവാന്റെ മേശയിൽ നിന്നും വീഴുന്ന റൊട്ടി കഷ്ണങ്ങൾ എന്നിവിടെ പറയാൻ കാരണം. ഈ ലാസറിന് പീഡകൾ സഹിച്ച് മനുഷ്യവംശത്തെ രക്ഷിച്ച യേശുവിനോടൊരു സഹനത്തിന്റെ കാര്യത്തിലൊരു സാമ്യമുണ്ട്. നമ്മുടെ നാട്ടില് വിവേചനങ്ങളുണ്ട്. സവർണരും അവർണരും തമ്മിൽ വിവേചനങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും വടക്കേന്ത്യയിലെ ഗ്രാമങ്ങളിലൊക്കെ കുറേയൊക്കെ ഉണ്ട്. സവർണന്റെ കിണറ്റിൽ നിന്നും വെള്ളം കോരിയതിന്റെ പേരിൽ അവർണരെ തല്ലിയ കാര്യങ്ങൾ പലപ്പോഴും പത്രത്തിൽ വായിക്കുകയുണ്ടായി. ഇപ്പൊ ഇന്നും തൊലിയുടെ കളറിന്റെ പേരിൽ വിവേചനം കാണിക്കുന്ന ജീവിത ശൈലികള് വിവരത്തിന്റെ കുറവ് കൊണ്ടും ഒക്കെ ഉണ്ട്. കേരളത്തിൽ അതില്ല. വിദ്യാഭ്യാസം ഉണ്ടായി. മിഷണറിമാരാണ് വിദ്യാഭ്യാസം കൊടുത്തത്. ഈ ആളുകളെല്ലാം ഒന്നിച്ചിരുത്തി, സവർണരെ അവർണരെയൊക്കെ ഒന്നിച്ചിരുത്തി, നേരത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, അവരെയൊക്കെ ഒന്നിച്ചിരുത്തി വിദ്യാഭ്യാസം നൽകുന്ന മിഷണറിമാരാണ്. ചാവറ ഏരിയാസത്തിനാണ് ആദ്യം ഇങ്ങനെയൊക്കെ കുറെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. അതുപോലെ യൂറോപ്യൻ മിഷണറിമാരും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, അതുപോലെ എല്ലാ ജാതിയിലും വിശ്വാസത്തിലും പെട്ട കുട്ടികളെ ഒന്നിച്ചിരുത്തി വിദ്യാഭ്യാസം, ഇതിനൊക്കെ ആരംഭം കുറിച്ചത് ക്രൈസ്തവരാണ്. ക്രൈസ്തവര് നമ്മുടെ നാട്ടിലെ നവോത്ഥാനത്തിന്റെ നായകരാണ് ക്രൈസ്തവ മിഷണറിമാര്. ഏലിയാസത്തിന് പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കി. അതുപോലെ വിദ്യാഭ്യാസത്തിന് സ്കൂളുകൾ ഉണ്ടാക്കി. പിന്നെ ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ യൂറോപ്യൻ മിഷണറിമാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തില് ഈ മരിച്ചുപോയവര് സ്ഥിതി ചെയ്യുന്നതിനെ പറ്റി പഴയ നിയമത്തിൽ പറയുന്നത് പൂർവ്വപിതാവായ അബ്രാഹത്തോട് ചേർന്നു, പൂർവ്വപിതാക്കന്മാരോട് ചേർന്നു. പൂർവ്വപിതാക്കന്മാരെ പറ്റി അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരാണ് പൂർവ്വപിതാക്കന്മാര്. അപ്പോൾ പിതാക്കന്മാരോട് ചേർന്നു, ജോയിൻ വിത്ത് ദ ഫാദേഴ്സ്. അതാണ് ബൈബിളില് സുവിശേഷത്തിലൊക്കെ പറയുന്നത് മരണത്തെ പറ്റി. ശരിക്കും നമ്മുടെ പിതാക്കന്മാര് മരിച്ചു. ആദ്യം വലിയപ്പന്മാര് മരിക്കും, നമ്മൾ അവരെയൊക്കെ കാണുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ അപ്പന്മാര് മരിക്കും. അത് കഴിയുമ്പോഴത്തേന് അടുത്ത തലമുറയുടെ അവസരമായി. അത് കഴിഞ്ഞ് പിന്നത്തെ തലമുറ. ഇതിങ്ങനെ മനുഷ്യന് 70 കൂടിയാലും 80 പറഞ്ഞ് 100 110 പോകുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ നിലവിലുള്ള കാലഘട്ടത്തിൽ മരണം ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആയുസ് വർദ്ധിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മരിച്ചു കഴിയുന്ന ആളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പറ്റി പഴമത്തിൽ പറയുന്നത് ഷിയോൾ. ഹീബ്രുവിലാണ് ഷിയോൾ എന്ന് പറയുന്നത്. ഗ്രീക്കിൽ ഹെയ്സ് എന്ന് പറയും. ഈ ഷിയോളിന് 2 ഭാഗമുണ്ട്. നല്ല മനുഷ്യര് പർദീസായിൽ അബ്രാഹത്തിന്റെ മടി. ദൈവനിഷേധികൾക്കുള്ളതാണ് ഗേഹന്ന അല്ലെങ്കിൽ തീ നരകം എന്നൊക്കെ പറയുന്നത്.
ഈ നരകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോചനമില്ലാത്ത ശിക്ഷ. ആധുനിക ടെർമിനോളജിയിൽ പറയുമ്പോൾ മോചനമില്ലാത്ത ശിക്ഷ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് ബൈബിളിന്റെ ഒക്കെ വെളിച്ചത്തിൽ സഭ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലും മരണനിമിഷത്തിലും തനത് വിധി ഉണ്ടാകും. ആ വ്യക്തി തന്റെ ജീവിതത്തെ ആയിരിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ കാണുമെന്നാണ്. അപ്പൊ നന്മയ്ക്കായോ തിന്മയ്ക്കായോ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അത് വ്യക്തിയുടെ ജീവിതം അനുസരിച്ചാണ്. നിത്യശിക്ഷ കിട്ടുന്നവർക്ക്, നിത്യശിക്ഷ എന്ന് പറയുന്നത് മോചനമില്ലാത്ത ശിക്ഷ, അത് കിട്ടുന്നവർക്ക് അനുഭവിച്ച് നിത്യജീവനിലേക്ക് കടന്നു ചെല്ലാൻ, സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്നുള്ളതാണ് യേശുവിന്റെ പഠനം. അതുപോലെ തെറ്റായ പഠനം നടത്തുന്ന എബ്രഹാമിലൊക്കെ ഉണ്ട്. പലതരുടെ ആത്മാക്കൾ ഭൂമിയിൽ അഴിഞ്ഞു നടക്കുന്നൊക്കെ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള പഠനങ്ങളൊന്നും സഭയിലില്ല. നിത്യശിക്ഷയാണ്, മോചനമില്ലാത്ത ശിക്ഷയാണ് നരകം എന്ന് പറയുന്നത്. ഈ രണ്ടുപേരും മരിച്ചു. ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ലാസർ രക്ഷിക്കപ്പെട്ടവരുടെ കൂടെ അബ്രാഹത്തിന്റെ കൂടെയായിരുന്നു. അപ്പോൾ ഒരു വലിയ ഗർത്തമുണ്ടെന്നാണ് ഇന്നത്തെ ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ ഈ ധനവാൻ ഇതെല്ലാം കണ്ടു. ലാസർ സ്വർഗീയതയിൽ ചലിക്കുമ്പോൾ ശിക്ഷയിലായിരിക്കുന്ന ധനവാൻ ഒരു അപേക്ഷ വെക്കുന്നതായിട്ടാണ് ഈ വചനത്തിൽ പറയുന്നത്. ലാസറിന്റെ കയ്യിൽ അല്പം വെള്ളത്തിൽ കൈമുക്കി എന്റെ നാവിനൊന്നോ തൊട്ടുതരാൻ, ഇതാണ് ധനവാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞു, അബ്രാഹം പറയുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കരുതയിലാൻ പറ്റിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസർഗമില്ല, ഉണ്ടാകുന്ന നടക്കുന്ന കാര്യമില്ല. അപ്പോൾ പറഞ്ഞു, എന്നെപ്പോലെ ഭീകരന്മാരായിട്ടുള്ള കുറെ സഹോദരങ്ങൾ ഭൂമിയിലുണ്ട്, ആർക്കും നന്മ ചെയ്യുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് ഒരാളെ വിട്ട് അവരോട് പറയണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും. അപ്പോൾ അതിന് മറുപടിയായിട്ട് അബ്രാഹാം പറഞ്ഞത് ഇതാണ്, പ്രവാചകന്മാരും വിശുദ്ധ ഗ്രന്ഥങ്ങളും ഒക്കെ അവർക്കുണ്ട്, അവര് പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ ഇനി ഒരാൾ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല, എന്നതൊക്കെ മതി എന്ന് അബ്രാഹാം പറഞ്ഞു എന്ന് വചനത്തിൽ പറയുകയാണ്. ഇവിടെ ധനവാൻ ചെയ്ത തെറ്റെന്താണെന്നുള്ളതാണ്. അത് ഉപേക്ഷയുടെ ഒരു തെറ്റാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഈ ലാസറിന് വേണ്ട സംരക്ഷണം കൊടുത്തില്ല എന്നുള്ളതാണ്. ആവശ്യമുള്ള ആഹാരമോ സംരക്ഷണമോ സഹായമോ വേണ്ട വിധത്തിൽ ചെയ്തില്ല. ഞാൻ കുറെ നന്ദിയുണ്ട്, ആറ്റ് ഓടിച്ചെന്നു എന്നതായിട്ട് പറയുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മളെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ കടമകൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്നേഹത്തോടെ ജീവിക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യേണ്ട കടമയാണ്, ചെയ്യാതിരുന്നാൽ ഉപേക്ഷയാണ്. മക്കളെയും നന്മയിൽ വളർത്തേണ്ട ചുമതലയും ദൗത്യമുണ്ട്. അത് മാതാപിതാക്കളുടെ ദൗത്യമാണ്. വേണ്ട രീതിയിൽ സ്നേഹത്തിലും നന്മയിലും ഒക്കെ വിശ്വാസപരിശീലനമൊക്കെ ഇവരെ വളർത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? നിന്നെ ഞാൻ മക്കളെ ഏൽപ്പിച്ചു തന്നിരുന്നു, നീ എന്തുകൊണ്ട് ചെയ്തില്ല? പ്രായപൂർത്തിയായി കഴിയുമ്പോൾ മക്കളെ ജീവിതാന്തസ്സിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോയാൽ അതിനും കുറേയൊക്കെ മാതാപിതാക്കളുടെ പെരുമാറ്റം അനുസരിച്ച് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ മക്കളെ ജീവിതാന്തസ്സിൽ പ്രവേശിപ്പിക്കുക എന്നുള്ള ദൗത്യവും നല്ലവരായ മാതാപിതാക്കൾക്കുണ്ട്. അത് ചെയ്യാതിരുന്ന് നീട്ടിക്കൊണ്ടുപോയിട്ട് മക്കൾ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന് എന്തുകൊണ്ട് ഈ സമയത്ത് പ്രവർത്തിച്ചില്ല എന്നുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അയൽക്കാരായിട്ടുള്ള വൃദ്ധന്മാർ, എല്ലാവർക്കും ഇത് സമ്പത്തുണ്ടെങ്കിലും വൃദ്ധരായിട്ടുള്ള ആളുകൾ തന്നെ താമസിക്കുന്ന വീടുകളുണ്ട്. അവരുടെ വീടിന് വലിയ മതിലൊക്കെ കാണും,
മതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മതി ഇതിലെ, അതുകൊണ്ട് ആരും ഒന്ന് കയറി പോയെന്ന് വരില്ല. അപ്പോൾ മതിലെല്ലാം കിട്ടി അവരൊക്കെ, പക്ഷെ അവര് ആരും അന്വേഷിക്കുന്നില്ല. അങ്ങനെ ലണ്ടനിലുള്ള മകനെയോ മകളൊക്കെ അവര് എല്ലാ ദിവസവും വിളിച്ച് മൊബൈലിൽ കാണുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല. അവർക്ക് ജീവിതത്തില് മനുഷ്യന് ആവശ്യമുള്ളത് ആരെങ്കിലുമൊക്കെ സ്നേഹിതന് ആവശ്യമുണ്ട്, സംസാരിക്കാൻ ആളുകൾ ആവശ്യമുണ്ട്, ഇവിടെ കാര്യം അന്വേഷിക്കണം. ചിലയിടത്തൊക്കെ മരിച്ചിട്ട് 4-ാം ദിവസമൊക്കെ ഞാൻ ഇരുന്നവർക്ക് ഇടവകയിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ മരിച്ചു, അയാളുടെ മകളുടെ കല്യാണം ഇവിടെ ഉള്ളപ്പോഴാണ്. അത് വിദ്യാസമ്പന്നനാണ്, പക്ഷെ അടുത്ത വീടുമായിട്ട് ബന്ധമൊന്നുമില്ല, മതിലുമില്ല. ചെറിയ മതിലെങ്ങനെ ഉണ്ടെങ്കിലും അപ്പൊ വീട്ടിൽ വേറെ ആരുമില്ല. അവരെ ഒരു മകളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. വേറെ ജോലിയിലാണ്. ഇയാൾ മരിച്ച് 3-ാം ദിവസമാണ് അറിയുന്നത്. അടുത്ത് വേറെ വീട് കൊണ്ടു. മരിച്ചു കിടന്നിട്ട് 3-ാം ദിവസം മണം വന്നപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഇത് പുറന്നു കിടന്ന ജനലിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ അനക്കമില്ല. ഇത് കഴിഞ്ഞ വീടൊക്കെ നാട്ടുകാർ കൂടി പൊളിച്ചപ്പോഴാണ് ഇയാൾ മരിച്ചിട്ട് 3-ാം ദിവസമായി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കാനല്ല, അത് സമ്പത്തുണ്ടെങ്കിലും വലിയ ഭവനമുണ്ടെങ്കിലും വലിയ മതിലുണ്ടെങ്കിലും ആരും അന്വേഷിക്കാനില്ലാത്ത അവസ്ഥ. ഈ മക്കള് മൊബൈലിൽ വിളിച്ചു കഴിയുമ്പോഴത്തേന് അപ്പനെ അമ്മയോ മൊബൈലിൽ കിട്ടാതെ വന്നു കഴിയുമ്പോൾ അയൽവക്കത്തോ ബന്ധുക്കാരെയൊക്കെ അറിയിക്കും, അവിടെ പോയി ഒന്ന് അന്വേഷിക്കണം. അങ്ങനെയും സംഭവിക്കാം. ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിന്റെ. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയാണ് മറ്റുള്ളവരുടെ കാര്യത്തില്. അത് സാമ്പത്തികം മാത്രമല്ല, സംസാരിക്കുക, കാണുക, അന്വേഷിക്കുക, ക്ഷേമം അന്വേഷിക്കുക. ഇങ്ങനെ ഓരോ വിധത്തില് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഒന്നില് മക്കളുടെ സഹവാസം ഇല്ലാതെ സ്നേഹമില്ലാതെ കഴിയുന്ന സമ്പത്തുള്ളവർ, അല്ലെങ്കിൽ മക്കള് സ്ഥലത്തില്ലാത്തവര്, തന്നെ താമസിക്കുന്നവര്, അതുപോലെ രോഗികളായിട്ട് അവശരായിട്ട് ഇരിക്കുന്നവര്, ഇവരെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി അന്വേഷിക്കുകയും അവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് ആവശ്യമാണ്. അങ്ങനെ ബന്ധങ്ങളുള്ള ജീവിതമാണെങ്കിലും മരിച്ചു കഴിഞ്ഞ് 3-ാം ദിവസം ഒന്നും കണ്ടുപിടിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഭൂമി അനുസരിച്ച് നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മൾ ചെയ്യേണ്ട കടമകളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. നമ്മൾ ദേവാലയത്തിൽ ഞായറാഴ്ച കർത്താവ് ദിവസമാണ് സമയത്ത് പള്ളിയിൽ വന്നിട്ട് ശ്രദ്ധയോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടതായിട്ട്. എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചിട്ടോ മൊബൈൽ നോക്കിയൊന്നും ഇരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ദേവാലയത്തിലായിരിക്കുമ്പോൾ മൊബൈലൊക്കെ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. വഴിയിലായിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആത്മീയമായിട്ടുള്ള ചൈതന്യം നേടിക്കൊണ്ട് ദേവാലയത്തിൽ നിന്നും മടങ്ങേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളൊന്ന് പരിശോധിക്കാം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാം, നമ്മുടെ അയൽവാസികളുമായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്താം, വാർദ്ധക്യത്തിൽ രോഗത്തിലൊക്കെ ആയിരിക്കുന്നവർക്ക് പറ്റുന്ന സംരക്ഷണം കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ജീവിതം നന്മയിൽ നിലനിർത്താനായിട്ട് കഴിയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.